ഞാൻ വിചാരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആ തീരുമാനം തിരുവനന്തപുരത്ത് മത്സരിക്കാനെടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു, അദ്ദേഹത്തിന് അതിൽ വലിയ അതൃപ്തിയായിരുന്നു, അദ്ദേഹം ബാംഗ്ലൂരാണ് പ്രതീക്ഷിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെ, അതായിരുന്നു സ്ഥിതി. അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലെ അടുത്ത ഇന്നിങ്സ് തുടങ്ങുന്നത് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ പല പേരുകൾക്കിടയിൽ ഇങ്ങനെ ഒരു നേതാവിനെ പിക്ക് ചെയ്യുന്നതിനകത്ത് കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെല്ലാം BJP മുന്നിൽ കണ്ടിരുന്നു. ഒരു ടെക്നോക്രാറ്റായ മനുഷ്യൻ, സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല, വളരെ നല്ലത്. കേരളത്തിൽ അങ്ങനെ ഒരാളില്ല, ശശി തരൂർ ഒഴിച്ചാൽ. ശശി തരൂർ ആണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ആളുമല്ല. അങ്ങനെ പ്രതീക്ഷയോടുകൂടി വരുന്നു. അദ്ദേഹം ഷോൺ ജോർജ്, അനൂപ് ജേക്കബ് മുതലായ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള അനൂപ് ആൻ്റണി എന്ന രണ്ടുപേരെ കൊണ്ടുവരുന്നു. അങ്ങനെ എങ്ങനെയാണ് BJP രാഷ്ട്രീയം തിരിയാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചന കൂടി അദ്ദേഹം നൽകി. അവിടെ നിന്ന് പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ലോഞ്ച് ശരിയായില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന കാഴ്ച. മുമ്പുണ്ടായിരുന്ന BJPയുടെ കേരളത്തിലെ ഘടാഘടിയൻ നേതാക്കന്മാർ, പഴയ സംസ്ഥാന പ്രസിഡന്റ്, അതിന് മുമ്പുണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റ്, ഇവർക്കെല്ലാം അതൃപ്തിയായി മാറുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് തന്നെ പോകുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ കാർഡുകളിലൊന്നും വേണ്ട, അതായത് പച്ച വേണ്ട, കാവി വേണ്ട, പകരം നീലയും ചുവപ്പും ഉപയോഗിക്കാം, നല്ല ചുവപ്പിലൊക്കെയാണ് അദ്ദേഹം കാർഡുകൾ അടിച്ചത്. അങ്ങനെ വേറൊരു രാഷ്ട്രീയ ലൈൻ പിടിക്കുന്നു, വളരെ വലിയ എതിർപ്പുണ്ടാകുന്നു. ഏറ്റവും അവസാനം ഞങ്ങളെ ഒന്നും ഈ പരിപാടിയിൽ ഒരു പരിപാടിയിലും സഹകരിപ്പിക്കുന്നില്ല എന്ന് ഏതാണ്ട് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് മറ്റ് നേതാക്കന്മാർ മാറുന്നു. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റ് ചോദിക്കും, ഞങ്ങളല്ലല്ലോ എന്ന മട്ടിലേക്ക് പോകുന്നു. അവസാനം ഇന്നലെ ആകുമ്പോഴേക്കും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റ് വളയൽ, അത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയായിരുന്നു. രാപ്പകൽ സമരമായിരുന്നു. അതിൽ നമുക്കറിയാവുന്ന പേരുകളൊന്നും സുരേന്ദ്രനൊന്നും ആ വഴിക്ക് കണ്ടില്ല. അതിനോടൊന്നും അവർ കാര്യമായിട്ട് പ്രതികരിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഇന്നിങ്സിൻ്റെ ഒരു സ്ഥിതി.